ബൈ ദ ബൈ, സ്പെയിനിന്റെ ടിക്കറ്റാക്ക മനസ്സിലാക്കാത്തവരാണ് ഞങ്ങളെ ട്രോളുന്നത്. അതിവിടെ ആർക്കാണ് അറിയാത്തത്. ബോക്സിന് പുറത്ത് വരെ 150 പാസ് ഇടും. ഷോട്ട് എടുക്കൂല, എടുത്താൽ അത് ഗോളും ആവൂല. അപ്പൊ തന്നെ ടൂർണമെന്റ് ടാറ്റ ഒന്ന് വിടുമായിരിക്കും. എടാ ഫൈസലെ മാറാ, റോഷന്റെ ടിക്കറ്റൊക്കെ ചമ്മി പോകുന്നു. എന്താടാ എല്ലാവരുടെ പാവത്തിന് എങ്ങാണ്ടൊന്നും ഒരു വാക്കും പഠിച്ചോണ്ട് വന്നായിരുന്നു. മോഹം ഇരിക്കണില്ലേ ചമ്മി. എടാ അവനെ ഭിത്തിയിലോട്ട് വല്ലോ ചാരി. അല്ല ആരിത് മിസ് ചെയ്യേ? എടുത്തണത്തെ കഴിഞ്ഞോ? ഇടയ്ക്ക് താഴേക്ക് ഇറങ്ങാം കേട്ടോ. അവനവിടെ കാണാൻ ഇരിക്കട്ടല്ലയാ, അടുത്ത കളി കഴിയുമ്പോഴത്തേക്ക് ബഹിരാകാശത്തേക്ക് പോകാനുള്ളതല്ലേ. എന്താടാ പൊന്നു പൈസ കുറച്ച് നല്ലതൊക്കെ പറയടാ. ഇതൊക്കെ എങ്ങനെ ചിരിക്കാനാ? എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയാണ് ബെറ്റർ എന്നാ. അളിയാ ക്രിക്കറ്റ് വേൾഡ് കപ്പ് അല്ല, നമ്മള് ഫുട്ബോൾ കാര്യമാ പറയുന്നത്. എടാ ഫുട്ബോളിൽ ഓസ്ട്രേലിയ വലിയ ടീമൊന്നും അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എഡ്യൂക്കേഷൻ്റെയും കരിയറിൻ്റെയും കാര്യത്തിൽ ഓസ്ട്രേലിയ ടോപ്പ് കണ്ടന്റാ. അതിപ്പോ ഇവിടെ പറഞ്ഞതിന്റെ കാര്യം എനിക്ക് വിസ വന്നടാ. വിസയോ? അഖിലേ നീ വലിയ വലിയ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഞാനും അങ്ങനെ തന്നെ ഓർത്തത്. പക്ഷെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് നടന്നു. യൂണിവേഴ്സിറ്റി, അഡ്മിഷൻ, ഡോക്യുമെന്റേഷൻ, സ്റ്റുഡൻറ് വിസ എല്ലാം MWT ആണ് ഓക്കെ ആക്കിയത്. MWT വഴിയാണല്ലോ നമ്മുടെ ജിതിന്റെ പെങ്ങളും പോയത്. ആ അതെ, അവർ ഈ ഫീൽഡിൽ ബെസ്റ്റാണ്. ഈ വർഷം MWTയുടെ സിൽവർ ജൂബിലി ആയതുകൊണ്ട് എനിക്ക് സ്പെഷ്യൽ സ്കോളർഷിപ്പും കിട്ടി. ഇപ്പൊ വെറുതെ അല്ല ഇവൻ ഓസ്ട്രേലിയ പൊക്കി പിടിച്ചത് അല്ലേ? ഫുട്ബോളിൽ അവർ കപ്പടിക്കുമെന്നൊന്നും അറിയില്ല. എൻ്റെ കരിയറിൽ എന്തായാലും അവർ ഗോളടിക്കും. വേൾഡ് കപ്പിൽ നിങ്ങളുടെ ഫേവറേറ്റ് ടീം ആരായാലും കരിയറിന് ശരിയായ ടീമിനെ തന്നെ തിരഞ്ഞെടുക്കൂ. MWT എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി, വേർ എബ്രോഡ് എഡ്യൂക്കേഷൻ ലീഡ്സ് ഓപ്പർച്യൂണിറ്റീസ്.